ചിഞ്ചു കാറ്റ്സിൽ ഇതുവരെ. ഞങ്ങളുടെ പോരാട്ടത്തിന് ഒരു അവസാനം കാണുകയായിരുന്നു ഞങ്ങൾ. മിഞ്ചു നെപ്റ്റ്യൂണിനെ നിയന്ത്രിക്കുന്ന നൂലുകൾ ഒന്നൊന്നായി പൊട്ടിച്ചു. അവസാനത്തേത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് കണ്ടപ്പോൾ കോപാകുലനായ പപ്പറ്റ് മാസ്റ്റർ സ്വയം പാവയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അയാൾ അവസാനത്തെ നൂൽ സംരക്ഷിക്കാൻ നെപ്റ്റ്യൂണിന് ഓർഡർ നൽകി. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു മിങ്കുവിന് സുഗമമായ നെപ്റ്റ്യൂണിനെ രക്ഷിക്കാൻ. എന്നാൽ ഞങ്ങൾക്ക് കുറെ നേരം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നെപ്റ്റ്യൂൺ, നമ്മുടെ യുറാനസ് നമ്മളെ വിട്ടുപോയി. ഇനി നിന്നെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അവസാനം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്ന മിങ്കുവിന്റെ ഓർമ്മകൾ നെപ്റ്റ്യൂണിനെ ഉണർത്തി. ഒടുവിൽ അവനുള്ളിലെ കിയോസിനെ ഞങ്ങൾ നശിപ്പിച്ചു. എന്നാൽ ഒരു ചെറിയ കൂടിച്ചേരലിനു ശേഷം നെപ്റ്റ്യൂണിനെ ഒരു കൊക്ക് താൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അവനെ കൊണ്ടുപോയി. അപ്പോഴേക്കും പപ്പറ്റ് മാസ്റ്ററിന്റെ അടുത്ത കിടയിൽ ഞങ്ങൾ അകപ്പെട്ടിരുന്നു. ഇരുട്ടിൽ അലയുന്നു. പരിചയപ്പെടാം, വു ഷിങ്ലിയനെ. ആരാണ് എന്റെ പ്ലീസ് പിടിക്കുന്നത്? സോറി. അയ്യോ, എന്റെ കാലിൽ ചവിട്ടല്ലേ. ആരും അനങ്ങരുത്. എന്റെ വടി എന്തേ? ക്ഷമിക്കണം, ഞാൻ ദ ലിറ്റിൽ ബോയ് വിടാൻ പോവുകയാണ്. വിടല്ലേ. എന്തൊരു വാടയാ. അവനോട് പറ ഇത് ഹിരോഷിമയല്ലെന്ന്, അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ പൊറുതിമുട്ടിയിരിക്കുവാ. ഈ ലിൽപ്പായുടെ കുരുത്തക്കേട് അല്ലാതെ പിന്നെ. ലിൽപ്പായ്. അയ്യോ, ലിൽപ്പായെ കാണാനില്ല. വിഷമിക്കണ്ട, ഞാനിവിടെയുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, ഇതൊരു പുതിയ സ്ഥലമാണ്. നന്ദിയുണ്ട്. ഈ താമരോട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത്? അല്ലേലും എനിക്കറിയാമായിരുന്നു അത് താമരയാണെന്ന്. അത് വു ഷിങ്ലിയനായിരിക്കണം. അതെന്ത് തരം ഫുഡ് ഐറ്റമാ? അത് തിന്നുന്ന സാധനമൊന്നുമല്ല, അതൊരാളുടെ പേരാണ്, മനസ്സിലായോ? മൈൻക്ലാന് ആയോധനകൾ പരിശീലിക്കുന്നതിന് വേണ്ടി ഒരു താമര ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കണം അത്. ഈ താമര തിന്മയെ സംസ്കരിക്കുന്നതിനായി ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. നിനക്ക് ഒരുപാട് അറിയാമല്ലോ. ഈ വു ഷിങ്ലിയനുമായി യുദ്ധം ചെയ്യണമെന്ന് പപ്പറ്റ് മാസ്റ്റർ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രവേശനമില്ല. എന്തെങ്കിലും കെണി ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ പാഠവും പഠിക്കണം. ഒരിക്കലും അത് മറിച്ചു കളയരുത്. നിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകൾ വരുമായിരുന്നോ? ലിൽപ്പായി പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു എക്സിറ്റ് കണ്ടെത്താം. ഈ ജലം കെയോസാൽ മലിനമായതാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും തന്നെ കാണുന്നില്ല. ചിലപ്പോൾ എക്സിറ്റ് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. ലിൽപ്പായി, നീ വെള്ളത്തിൽ വീണപ്പോൾ സുഖമായിരുന്നു കിടക്കാൻ? കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ, കുഴപ്പമൊന്നുമില്ല. നീ എന്താണ് ചെയ്യുന്നത്? അഥവാ വു ഷിങ്ലിയൻ ഇവിടെ ആയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നീ അവനെ തടയാത്തത്? അവനൊരു ചിഞ്ചു കാറ്റാണ്. സ്വയം സംരക്ഷിക്കാൻ അറിയില്ലെങ്കിൽ ഞാനിപ്പോ എന്താ ചെയ്യാനാ? നീ ഇത്രയും വലുതായില്ലേ, എന്നിട്ട് കൊച്ചുങ്ങളുടെ സ്വഭാവമാണ്. നീയൊക്കെ എന്നാ വളരുക? എന്താ, ഞാൻ ഇപ്പോഴും ചെറിയ കുഞ്ഞല്ലേ? അല്ല, നീ ഒരു ചിഞ്ചു കാറ്റാണ്. ഞാൻ നിന്നോട്ട് ഇതെങ്ങനെ പറയും? നിനക്ക് 11 വയസ്സായില്ലേ, പിന്നെന്താ? ജാഗ്രത. നീയോ? ഞാൻ വരുന്നു. ലിൽപ്പായ്, അനങ്ങരുത്. ലിൽപ്പായ്, അവനെ ഉപദ്രവിക്കരുത്. നീ ചിഞ്ചു കാറ്റാണോ? ആണോ? അതിനെന്തിനാ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ചിഞ്ചു കാറ്റ്സ് ആണ്. ലിൽപ്പായിനെ വിടൂ. എന്ത്? എത്ര കൊല്ലങ്ങളായി ഞാൻ ചിഞ്ചു കാറ്റ്സിനെ കണ്ടിട്ട്. നിങ്ങളാണ് ഇവിടത്തെ കാവൽക്കാരൻ. സമ്മതിക്കണം, നിങ്ങളുടെ ഈ മൈൻക്ലാനെ ഞങ്ങൾ എത്ര പേരെയാ കണ്ടുമുട്ടിയത്. കൊള്ളാമല്ലോ, നിങ്ങൾ അവളെ കണ്ടോ? അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ആരാണ്? അവൾ മനസ്സിലായില്ല സുഹൃത്തേ. ഇനിയും കൊട്ടാരത്തിലെ കാവൽക്കാരിയാണോ ചോദിക്കുന്നേ? അവർ സുഖമായിരിക്കുന്നു. അതെന്തായാലും നന്നായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടാകും. വിഷമിക്കണ്ട അപ്പൂപ്പ, ഭൂരിഭാഗത്തെയും ഈ ട്രൂ ഹോം രക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും ആ പൂച്ച ബാക്കിയുണ്ട്.
ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള അപ്പൂപ്പൻ താങ്കളാണ്. സീനിയർ, താങ്കൾക്ക് കെയോസ് ബാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് താങ്കൾക്ക് പപ്പൻ മാസ്റ്ററിനെ നേരിട്ടുകൂടാ? എനിക്ക് പുറത്തു പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവനോടൊപ്പം പോരാടിയേനെ. കരയണ്ട. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. അപ്പൂപ്പ ആദ്യം ഇരിക്കൂ. ക്ഷമിക്കണ്ട അപ്പൂപ്പ. ഹേയ്, നിങ്ങൾ കഴിഞ്ഞതെല്ലാം അറിയണം. എന്നാലേ പപ്പറ്റ് മാസ്റ്ററിനെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നാലേ നിങ്ങൾ മൈൻഡ് ക്ലാൻ എന്താണെന്ന് മനസ്സിലാക്കൂ. ശരി. ഇനിയും കൊട്ടാരം അടയ്ക്കപ്പെട്ടതിന് ശേഷം മൈൻഡ് ക്ലാൻ എന്ന പേര് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. മൈൻഡ് ക്ലാൻ മുഴുവൻ ആനിന് കീഴടങ്ങി. അതിന് കാരണം പപ്പറ്റ് മാസ്റ്റർ ആയിരുന്നു. അതിനുശേഷം മാസ്റ്റർ മൈൻഡ് ക്ലാൻഡിന്റെ പ്രദേശം മുഴുവൻ അടിച്ചമർത്തി. അവസാനം ഇവിടെ ഈ വൂക്സിൻ തടാകത്തിലെത്തി. എന്നാൽ ഞാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. മാസ്റ്റർ, നിങ്ങളും വിചാരിച്ചാൽ നമുക്ക് ഈ ലോകം വാഴാം. അനുസരണയോടെ എന്റെ കളിപ്പാട്ടമാകൂ. എനിക്കായി മൈൻഡ് ബോക്സ് പുറത്തെടുക്കൂ. നിങ്ങൾ സമ്മതിച്ചാൽ ഇവിടെ കിയോസിനെ ഞാൻ വിടില്ല. ഈ ഡീലിന് താങ്കൾക്ക് സമ്മതമാണോ? എനിക്കറിയാമായിരുന്നു നീ ഒരു ദുഷ്ടനാണെന്ന്. അതുകൊണ്ടല്ലേ നീ ഡാർക്ക് ലോർഡ് ആനന് മുട്ടുമടക്കി കൊടുത്തത്. ജിഞ്ചു കാറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പെർപ്പച്വയെ സംരക്ഷിക്കുക എന്നാണ്. എന്നാൽ നീ കുറുക്കു വഴിയിലൂടെയല്ലേ ജിഞ്ചു കാറ്റ് ആയതും, അതും കെയോസിന്റെ സഹായത്താൽ. നീ മോശമാണ്. അപ്പം പൂച്ച കരയുന്നു. നാണക്കേട്, നാണക്കേട്, നാണക്കേട്. അത് പാടില്ല. നീ കെയോസിനെ ഉപേക്ഷിക്കൂ. നിന്റെ ശരീരത്തിലോടുന്ന അതേ രക്തം തന്നെയാണ് എന്റെ ശരീരത്തിലും ഓടുന്നത്. രക്തബന്ധങ്ങളെ പറ്റി ഇപ്പോഴെന്തിനാണ് പറയുന്നത്? വൃദ്ധ, എന്നെ താങ്കൾ ഇത് ചെയ്യാൻ പ്രകോപിപ്പിക്കരുത്. താങ്കൾക്ക് വേറെ വഴിയില്ല. എന്നെ കൊല്ലൂ. എനിക്ക് നിന്റെ കളിപ്പാട്ടാവാൻ താല്പര്യമില്ല. നിന്നെ കൊല്ലുന്നത് വിഡിത്തമാണ്. ഞാൻ എന്റെ മനസ്സ് മാറ്റി. താങ്കൾ കരയുന്ന ഒരു വൃദ്ധ പൂച്ചയാണ്. നിങ്ങൾക്കുള്ള ഗെയിം ഏകാന്തത ആസ്വദിക്കുക എന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ കാണുന്ന വിധത്തിൽ ഈ സ്ഥലത്തെ രക്ഷിച്ചത്. ഇത്രയും കാലം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. 10 കൊല്ലം ഈ വൃദ്ധൻ ഇവിടെ ഒറ്റയ്ക്കാണ് മക്കളെ. എനിക്ക് തല പെരുക്കുന്നു. 10 കൊല്ലം? നിങ്ങളപ്പോ എന്താണ് കഴിക്കുന്നത് അപ്പൂപ്പ? കെയോസിലകപ്പെട്ട പപ്പറ്റ് മാസ്റ്ററിന്റെ ഉദ്ദേശം വലിയവനാകുക എന്നതാണ്. പിന്നെന്താണ് ഇദ്ദേഹത്തെ വെറുതെ വിട്ടത്? ജിഞ്ചു ക്യാറ്റ്സിന്റെ വംശത്വമില്ലാതെ അയാൾ എങ്ങനെയാണ് ഒരു ജിഞ്ചു ക്യാറ്റ് ആയത്? ഹേയ് കറുത്ത തൊപ്പിക്കാരാ, എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലായില്ല. സെൻസിറ്റീവ് ആവണ്ടായി. നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്? താങ്കൾ 10 വർഷമായിട്ട് ഇവിടെ ഇല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോവുമോ? അപ്പോൾ അപ്പൂപ്പ നമ്മളപ്പോ എന്ത് കഴിക്കും? പുറത്തു പോകാൻ വഴിയില്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അതിന് ഈ വൂഷിംഗ് ലിയാന്റെ താമര പുഷ്പം മാത്രം മതി. ഞാൻ ഈ താമരയുടെ മുമ്പും പിമ്പും നോക്കി, എങ്ങും വാതിലില്ല. അത് തകർക്കാൻ നമ്മുടെ ഹാർമണി വേണമെന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഹാർമണി, ശക്തി തരൂ. നില്ല്. പുറത്തു പോകാൻ വഴിയുണ്ട്. ഈ 10 കൊല്ലം ഇവിടെ താമസിച്ച എനിക്കറിയില്ലേ? ഞങ്ങൾ കുട്ടികളാണ്. വ്യക്തമായ ഇദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പുറത്തു പോകണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട വസ്തു എന്റെ കയ്യിലുള്ള കാർഡിന് സമർപ്പിക്കൂ. അതെന്തും സ്വീകരിക്കുന്നതാണ്. ജിഞ്ചു ക്യാറ്റ്സിൽ ഇനി അടുത്തത് അപ്പൂപ്പ, എന്നാ ഞങ്ങളുടെ ഹാർമോണിയം എടുത്തോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകണം. വൂഷിംഗ് ലിയാനല്ലേ ഈ പരീക്ഷ നടത്തുന്നത്. നിങ്ങൾ ഒറ്റ ഹൃദയമുള്ളവരാവുക. ഇത് ശബ്ദമില്ലാത്ത സ്ഥലമാണ്. അടുത്ത ഭാഗം വൂഷിംഗ് ലിയന്റെ ട്രയൽ സജീവമാക്കുക.